ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പ്രെറ്റി ടോക്സ്. ഈ ഒരു വീഡിയോ യൂട്യൂബിൽ എത്ര നേരം ഉണ്ടാവുമെന്നൊന്നും എനിക്കറിയില്ല. കാരണം ഈ വീഡിയോയിൽ ഞാൻ മെൻഷൻ ചെയ്യുന്ന കുറച്ച് പേര് സ്ട്രൈക്ക് തരാൻ ബഹുമിടുക്കരാണ്. സ്ട്രൈക്ക് ഗുണ്ടകളും ഗുണ്ടികളുമാണ് അവര്. അതുകൊണ്ട് സ്ട്രൈക്ക് പ്രതീക്ഷ തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. പിന്നെ ഈ വീഡിയോയുടെ തമ്പനയിൽ ഞാൻ ബ്യൂട്ടി വ്ളോഗേഴ്സിനെ വാടക ഗർഭക്കാർ എന്ന് പറയുന്നുണ്ട്. ജെനുവിനായിട്ട് പ്രൊഡക്റ്റ് റിവ്യൂ ചെയ്യുന്ന ആരെയുമല്ല ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചതെന്ന് ഈ വീഡിയോ മുഴുവൻ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ നമുക്ക് യൂട്യൂബർ ആയിട്ടുള്ള അരുണിന്റെ സിസ്റ്ററും കൂടി ഈ കഴിഞ്ഞ ദിവസം ചെയ്ത ഒരു വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങളൊന്ന് കണ്ടാലോ. എന്നാ പിന്നെ ഞാൻ പറഞ്ഞ മറ്റേ ഐഡിയ ചെയ്താലാ? ആരെങ്കിലും ചെയ്ത് ഏതെങ്കിലും നല്ല ഹിറ്റ് റീൽ എടുക്കണം, അതിന് മേലോ കീഴിലോ ഇരുന്നിട്ട് ഭയങ്കരമായിട്ട് ചിരിക്കണം, 4-5 നവരസങ്ങളും കാണിക്കണം, എന്നിട്ട് അതിനെപ്പറ്റി 4 വാക്ക് സംസാരിക്കണം. നോക്കിക്ക് എന്ത് മനോഹരമായിട്ടാണ് ഈ കൊച്ചു ഡാൻസ് കളിക്കണത്, ഇന്നത്തെ ലൈക്ക് കൊച്ചിന് തന്നെ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു റീൽ സെറ്റായി. അതൊരുമാതിരി ആരാന്റെ കൊച്ചിന്റെ തന്തയാവുന്ന പരിപാടിയാണ്. അത് വേണ്ട. കണ്ടല്ലോ, റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെ ആരാന്റെ കൊച്ചിന്റെ തന്തമാരാവുന്ന പരിപാടിയാണ് ചെയ്യുന്നതെന്നാണ് അരുൺ പറയുന്നത്. ഒരുപക്ഷെ അരുൺ അങ്ങനെയായിരിക്കും തോന്നുന്നത്. അരുണിനെ കുറ്റം പറയാൻ പറ്റില്ല, ഓരോരുത്തരുടെ തോന്നലാണല്ലോ. അപ്പൊ ഈ ആരാന്റെ പ്രൊഡക്റ്റ് അതിപ്പോ ഒന്നിനും കൊള്ളാത്ത ചീഞ്ഞു നാറിയ പ്രൊഡക്റ്റ് ആണെങ്കിലും ശരി, അവരുടെ കയ്യിൽ നിന്ന് പൈസയും മേടിച്ച് സബ്സ്ക്രൈബേഴ്സിനെ പറഞ്ഞു പറ്റിച്ച് അവരെ കൊണ്ട് ആ പ്രൊഡക്റ്റ് വാങ്ങിപ്പിച്ച് അവരുടെ പൈസയും സമയവും ഒരുപക്ഷെ സ്കിൻ ഇഷ്യൂസ് വരെ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന നിങ്ങളെപ്പോലെയുള്ളവരെ വാടക ഗർഭക്കാർ എന്ന് എനിക്കും വേണമെങ്കിൽ വിളിക്കാമല്ലോ, അല്ലേ? കാരണം അവരുടെ പ്രൊഡക്റ്റ് ആകുന്ന ഒരു ഭ്രൂണത്തെ നിങ്ങളുടെ കൈകളിലേക്ക് തരുമ്പോ നിങ്ങളാണല്ലോ പിന്നെ അതിനെ ഉദരത്തിൽ പേറി താലോലിച്ച് നാട്ടുകാരോട് വീരവാദം പറഞ്ഞ് ചെറിയൊരു ഭ്രൂണാവസ്ഥയിൽ ഇരുന്ന ആ പ്രൊഡക്റ്റിനെ നാട്ടുകാർക്ക് മുന്നിലേക്ക് ഇട്ടുകൊടുത്ത് നാട്ടുകാരുടെ പൈസ കൊണ്ട് ആ ഭ്രൂണത്തിന് വേണ്ട പോഷകങ്ങളൊക്കെ കൊടുത്ത് വളർച്ചയെത്തിച്ച് പ്രസവിച്ചു കൊടുക്കുന്നത്. പ്രസവിച്ചു കൊടുക്കുക മാത്രമാണോ ചെയ്യുന്നത്? നൂലുകെട്ട്, പിറന്നാള് തുടങ്ങി ഇങ്ങനെ ഇതേ പ്രൊഡക്റ്റിന് തന്നെ നിങ്ങൾ പിന്നെയും പരിചയപ്പെടുത്തി പുകഴ്ത്തി വർണ്ണിച്ച് സബ്സ്ക്രൈബേഴ്സിനെ ഊറ്റി നിങ്ങൾ പിന്നെയും അതിൽ നിന്ന് ലാഭമുണ്ടാക്കുന്നത്. ഈ റിയാക്ഷൻ വ്ളോഗേഴ്സ് ആരാന്റെ കൊച്ചുങ്ങളുടെ തന്തമാരാകുന്നവരാണെങ്കിൽ ആരാന്റെ ഗർഭം നിങ്ങളും പുകഴ്ത്തി പ്രസവിച്ച് ഒരു പ്രസ്ഥാനമാക്കി കൈ കൊടുക്കുന്നുണ്ടല്ലോ. അപ്പൊ നിങ്ങളെ, അതായത് ബ്യൂട്ടി വ്ളോഗേഴ്സിനെയും വാടക ഗർഭക്കാർ എന്ന് വിളിക്കുന്നതിൽ എന്താണ് തെറ്റ്? ഇനി തിരുവായ്ക്ക് എതിർവായില്ല എന്നും പറഞ്ഞ് യൂട്യൂബിൽ കിടന്ന് വിലസുന്നൊരു യൂട്യൂബർ ഉണ്ട്. ആരെങ്കിലും അവരുടെ പൊട്ടത്തരങ്ങൾക്കെതിരെ എന്തേലും പറഞ്ഞു പോയാൽ അവർക്കൊക്കെ സ്ട്രൈക്ക് കൊടുക്കുന്ന ഒരു സ്ട്രൈക്ക് ഗുണ്ടി. ഈ കണ്ടകാപ്പിരിയൊക്കെ മുഖത്ത് വാരി തേച്ചിട്ടാന്ന് തോന്നുന്നു ആ സ്ട്രൈക്ക് ഗുണ്ടിയുടെ മുഖത്തിന് ഒരു പണി കിട്ടിയിരുന്നു. ആള് വേറെ ആരുമല്ല, മൈ വേ ബൈ കല്യാണി എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലെ കല്യാണിയാണ് കക്ഷി. കല്യാണിയുടെ ഒരു വീഡിയോ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. നമ്മളെ ഒരു സ്ഥാപനം ഭയങ്കരമായിട്ട് പറ്റിച്ചു. അതായത് എൻ്റെ മുഖത്ത് ഒരു പാട് വന്നപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ചികിത്സിക്കേണ്ട ഡെർമറ്റോളജിസ്റ്റിനെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ട്രിവാൻഡ്രത്ത് കുറവങ്കോണത്തുള്ള ഒരു സ്ഥാപനത്തിൽ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അതിൻ്റെ മെയിൻ ഡോക്ടർ ഒരു ലേഡിയാണ്. അവർ 3 മാസം കൂടുമ്പോഴേക്കേ ആ ഒരു ക്ലിനിക്കിൽ വരുള്ളൂ. അവിടെ ഇരിക്കുന്ന 2 ഡോക്ടേഴ്സ് നമ്മൾ വല്ലാണ്ടങ്ങ് വിശ്വസിക്കും. നമ്മളിങ്ങനെ മനസ്സിലൊന്നും വിചാരിക്കുന്നില്ലല്ലോ. പക്ഷേ ഇവർ BDSും MBBSും പഠിച്ച് പിന്നെ 3 മാസത്തെ 6 മാസത്തേക്ക് ഓരോ കോഴ്സ് ഉണ്ടല്ലോ, ഡെർമറ്റോളജിയുടെയും കോസ്മെറ്റോളജിയുടെ ഒക്കെ, അത് പഠിച്ചിട്ടാണ് അവിടെ ഇരിക്കുന്നതെന്നൊക്കെ നമ്മൾ വളരെ വൈകിയാണ് അറിഞ്ഞത്. ഇതെല്ലാം തിരക്കി അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ നമ്മുടെ ബില്ല് ചോദിച്ചു കേട്ടോ. അപ്പൊ നമ്മുടെ ബില്ല് അവര് ഭയങ്കര കള്ളത്തരമായി. അപ്പൊ കേട്ടല്ലോ, നാട്ടുകാരുടെ മുഖത്ത് വരുന്ന പാടുകളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഓരോ ദിവസവും ഓരോ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തുന്ന കല്യാണി, പക്ഷേ സ്വന്തം മുഖത്ത് എന്താണ്ടും പാട് വന്നപ്പോ അത് മാറ്റാനായിട്ട് ഡെർമറ്റോളജിസ്റ്റിന്റെ അടുത്താണ് അത്ര പോയത്. പോയ സ്ഥലത്ത് നിന്ന് കല്യാണി ഒരു കാര്യം കണ്ടുപിടിക്കുകയും ചെയ്തു. അവിടെ ഇരിക്കുന്നവരൊക്കെ 6 മാസത്തെ എന്തൊക്കെയോ തക്കിട തരികിട കോഴ്സ് പഠിച്ചിട്ടാണ് അത്ര ഇങ്ങനെ സ്കിൻ ട്രീറ്റ്മെന്റ് ഒക്കെ നടത്തുന്നത്. അല്ല കല്യാണിയെ, അപ്പൊ ഒരു ഉൾപ്പുമില്ലാണ്ട് കണ്ടവരുടെ കയ്യിൽ നിന്ന് പൈസയൊക്കെ വാങ്ങിയിട്ട് നാട്ടുകാർക്ക് വേണ്ടിയിട്ട് കുറെ പ്രൊഡക്റ്റ് ഒക്കെ പരിചയപ്പെടുത്തിയില്ലായിരുന്നോ? അത് കല്യാണി എന്ത് ഉണ്ട പഠിച്ചിട്ടായിരുന്നു? അപ്പൊ കല്യാണി കാണാൻ പോകുന്നവരൊക്കെ നല്ല ക്വാളിഫൈഡ് ആയിരിക്കണം. കാരണം കല്യാണിയുടെ മോന്തയുടെ കാര്യമാണല്ലോ. നാട്ടുകാരുടെ മോന്തയിൽ ഇനിയിപ്പോ എന്തൊക്കെ വാരി തേച്ചിട്ടും ചൊറിയോ ചെരങ്ങോ ഒന്ന് വന്നു കഴിഞ്ഞാലും കല്യാണിക്ക് ഒരു പ്രശ്നവും ഇല്ല. കല്യാണി ഒരു വിവരം ഇല്ലെങ്കിലും കുറച്ച് കാശ് ആര് തന്നു കഴിഞ്ഞാലും എല്ലാ പ്രൊഡക്റ്റിനെ പറ്റിയിട്ടും റിവ്യൂവും പറഞ്ഞോളും. അവർ നമുക്ക് ഇതുവരെ തന്നിട്ടില്ല കേട്ടോ. അതിൻ്റെ ഒരു ടെൻഷനും എനിക്കിങ്ങനെ ഒരാൾ ഇതുപോലെ ഇങ്ങനെ ചീറ്റ് ചെയ്യും എന്നുള്ളത് എൻ്റെ മനസ്സ് അംഗീകരിക്കാത്ത എൻ്റെ വിഷമവും സങ്കടങ്ങളും ഒക്കെ ആയിരുന്നു കേട്ടോ എനിക്ക് ഇത്രയും നാളും. പക്ഷെ കല്യാണിക്ക് ആരെങ്കിലും കുറച്ച് പൈസ തന്നാല് നല്ലതല്ലാത്ത പ്രൊഡക്റ്റുകളും നല്ലതാണെന്ന് പറഞ്ഞ് സ്വന്തം സബ്സ്ക്രൈബേഴ്സിനെ പോലും പറ്റിക്കാം. തിരിച്ച് കല്യാണിക്ക് ഒരു പറ്റ് കിട്ടിയപ്പോ അത് സഹിക്കാനും പറ്റണില്ല, അല്ലേ കല്യാണി? സീചേട്ടന് കോവയ്ക്ക മെഴുക്ക് പുരട്ടിയും അപ്പുകുട്ടന് ലഞ്ച് ബോക്സ് ഒക്കെ തയ്യാറാക്കുന്ന വീഡിയോകളെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരുന്ന കല്യാണി കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കൂടിയപ്പോൾ
പെട്ടെന്ന് ബ്യൂട്ടി വ്ളോഗറും ആയി. ചില സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, ഈ ഭ്രാന്താശുപത്രിയിലെ ഡോക്ടർമാര് ചായ കുടിക്കാനോ ബാത്റൂമിലോ ഒക്കെ പോകുമ്പോൾ അവിടെയുള്ള പേഷ്യൻസ് അവരുടെ സ്റ്റെത്തൊക്കെ എടുത്തിട്ട് കസേരയിലൊക്കെ കയറിയിരിക്കുന്ന ചില സീനുകൾ. അതേ കഥയാണ് ഈ കല്യാണി ഉൾപ്പെടെയുള്ള ചില ബ്യൂട്ടി വ്ളോഗേഴ്സിന്റെ അവസ്ഥ. ഈ ഡെർമറ്റോളജി ഒന്നും പഠിച്ചില്ലെങ്കിലും ഇവർക്ക് സ്കിൻ പ്രോബ്ലംസിനുള്ള മരുന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ അറിയാം. നേരത്തെ പറഞ്ഞില്ലേ, ഡോക്ടർമാരില്ലെങ്കിൽ അവരുടെ സീറ്റിലിരുന്ന് ഡോക്ടറായി മരുന്ന് കുറിക്കുന്ന ചില പേഷ്യൻസിന്റെ കാര്യം. അത് തന്നെ. ആരെങ്കിലും ഇച്ചിരി ചില്ലറ കൊടുത്താൽ ഒരു ഗുണമില്ലാത്ത പ്രൊഡക്റ്റ് പോലും ഇവര് അമൃതാണെന്ന് പറഞ്ഞു. കുറച്ചു നാൾ മുമ്പ് എനിക്ക് വല്ലാതെ ഹെയർ ഫോൾ ഉണ്ടായിരുന്നു. ഞാൻ മുമ്പത്തെ ഏതൊരു വീഡിയോയില് അക്കാര്യം പറയുകയും ചെയ്തിരുന്നു. അങ്ങനെ ഹെയർ ഫോൾ ഉണ്ടായപ്പോൾ ഞാൻ ആദ്യം നോക്കിയത് ഇങ്ങനെയുള്ള യൂട്യൂബേഴ്സിന്റെ റെമഡി ആയിരുന്നു. ചില വ്ളോഗേഴ്സിന്റെ ഒക്കെ ബ്യൂട്ടി വ്ളോഗേഴ്സിന്റെ ഒക്കെ വാക്കും കേട്ട് അവർ പറയണ മരുന്നൊക്കെ വലിയ വിലയും കൊടുത്ത് വാങ്ങി തേച്ചിട്ടും എന്റെ ഹെയർ ഫോളിന് ഒരു കുറവും ഉണ്ടായിരുന്നില്ല. ഇന്ന് മാത്രമല്ല, എന്റെ കൊഴിഞ്ഞു പോകുന്ന മുടികളുടെ എണ്ണം കൂടുന്നത് പോലെ തന്നെ ഞാൻ റെമഡികൾ നോക്കിക്കൊണ്ടിരുന്ന ചാനലുകളിൽ മുടി കൊഴിയാതിരിക്കാനുള്ള പുതിയ പുതിയ മരുന്നുകളുടെ എണ്ണവും അതിന്റെ വീഡിയോകളുടെ എണ്ണവും കൂടിക്കൊണ്ടിരുന്നു. ഇതെന്റെ മാത്രം അനുഭവമല്ല, ഇതുപോലെ ഒരുപാട് പേര് ഇപ്പോഴും ഈ മുറിവൈദ്യന്മാരുടെ വാക്കും കേട്ട് പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങളിൽ ചിലരൊക്കെ വിചാരിക്കുന്നുണ്ടാവും, എന്തിനാണ് ഇങ്ങനെയുള്ളവർ പറയുന്നത് കേൾക്കാൻ പോകുന്നതെന്ന്. ശരിയാണ്, ഒരു തവണ നമ്മൾ അതിൽ വീണുപോയി. കാരണം ആ സമയത്തുള്ള എൻ്റെ ഒരു ഹെയർ ഫാൾ എന്ന് പറയുന്നത് അത്ര ഭീകരമായിരുന്നു. അപ്പൊ ഇത് എങ്ങനെയെങ്കിലും ഒന്ന് കുറഞ്ഞ് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പലരും ചെയ്തു നോക്കുന്നത് പോലെ തന്നെ ഞാനും ഇതുപോലെ ഓരോ യൂട്യൂബ് റെമഡികളിലൊക്കെ ചെന്ന് വീണ് പോയത്. പക്ഷെ പോകെ പോകെ നമുക്ക് മനസ്സിലായി ഇതൊന്നും അല്ല അതിനുള്ള യഥാർത്ഥ പരിഹാരം എന്നുള്ളത്. ആരാന്റെ ഗർഭം പ്രസവിക്കാൻ ഒരുങ്ങുന്ന ചില വ്ളോഗേഴ്സിനെ പറ്റി ഞാൻ തമാശയായിട്ടാണെങ്കിലും പറഞ്ഞല്ലോ. തുടക്കകാലത്തില്, അതായത് ആ യൂട്യൂബ് ചാനലിന്റെ തുടക്കകാലത്തില് നല്ല നല്ല കോണ്ടന്റുകൾ നമുക്ക് വേണ്ടി തന്നിരുന്ന ചില വ്ളോഗേഴ്സ് ഉണ്ട്. അവരുടെ അത്തരത്തിലുള്ള കോണ്ടന്റ് കണ്ടിട്ടാണ് നമ്മൾ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരുന്നതും. പക്ഷെ പോകെ പോകെ ഇവരുടെ പല വീഡിയോകളിലും അമിതമായിട്ട് പല ബ്യൂട്ടി പ്രൊഡക്ട്സിന്റെയും അതും ഫേക്ക് പ്രൊഡക്റ്റിന്റെ വീഡിയോകൾ നിയന്ത്രണമില്ലാതെ വരാൻ തുടങ്ങിയതോടെ പല കോമഡി വീഡിയോസിന്റെയും അങ്ങനെയുള്ള, അതായത് എനിക്ക് ഉപകാരം എന്ന് കരുതി ഞാൻ സബ് ചെയ്ത് വെച്ച പല വീഡിയോകളും കാണുന്നത് തന്നെ എനിക്ക് നിർത്തേണ്ടി വന്നു. ഇവരൊക്കെ അമിതമായിട്ട് ഓരോ പ്രൊഡക്റ്റിന്റെയും പ്രൊമോഷൻ ചെയ്ത് വെറുപ്പിക്കുന്നത് തന്നെയായിരുന്നു അതിനുള്ള കാരണം. ഈ ബ്യൂട്ടി റിലേറ്റഡ് വീഡിയോസ് ചെയ്യുന്നവരുടെ കാര്യം പോട്ടേന്ന് വെക്കുക. കാരണം അവരുടെ ചാനലിൽ അത്തരം പ്രൊഡക്റ്റുകൾ തന്നെ കാണുള്ളൂ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ മറ്റ് പല കോണ്ടന്റും ചെയ്യുന്നവർ പോലും ബ്യൂട്ടി പ്രൊഡക്ട്സിന്റെ ഫേക്ക് വീഡിയോകൾ നമ്മളിൽ അടിച്ചേൽപ്പിക്കുന്നുണ്ട്. അവരുടെ വീഡിയോസ് കാണുന്നതിനോടൊപ്പം തന്നെ നമുക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങൾ അവരുടെ ലാഭത്തിന് വേണ്ടി നമ്മളെ അവർ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു വീഡിയോ കാണുമ്പോൾ അതിലൊരു 15-20 സെക്കൻഡ് ഒരു പ്രൊഡക്റ്റിനെ പറ്റി നമ്മൾ അറിയാതെ തന്നെ നമുക്ക് കാണേണ്ടി വരുമ്പോൾ ഈ യൂട്യൂബേഴ്സ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ലക്ഷങ്ങളാണ്. ഓൾറെഡി തന്നെ ലക്ഷങ്ങളാണ് ഇവർക്കൊക്കെ യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുന്നത്. കിട്ടിക്കോട്ടെ, അത് അവരുടെ അധ്വാനം അത്രയ്ക്കും വലുതായത് കൊണ്ടാണ്. പക്ഷെ നമ്മൾ അറിയാതെ തന്നെ നമുക്ക് വേണ്ടാത്ത കാര്യങ്ങൾ നമ്മളെ കാണിച്ചുകൊണ്ട് ഇവരൊക്കെ ഉണ്ടാക്കുന്നത് ലക്ഷങ്ങളാണ്. കോമഡി വീഡിയോകളൊക്കെ ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞാൻ സബ് ചെയ്ത് വെച്ചിരുന്നായിരുന്നു ബബിത ബബിയുടെയും പിന്നെ നീതു ക്രിയേഷൻസിന്റെ ഒക്കെ ചാനൽ. പക്ഷെ പോകെ പോകെ ഇവരുടെ ചാനലുകളിൽ വെറും പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തുന്ന വീഡിയോകൾക്ക് മാത്രമായി മുൻഗണന. അതായത് നമ്മളൊരു കോമഡി വീഡിയോ കാണാൻ ചെന്ന് കഴിഞ്ഞാൽ അതിനിടയിൽ കൂടി നമുക്ക് ആവശ്യമില്ലാത്ത പല പ്രൊഡക്റ്റുകളെ പറ്റിയിട്ടും നമുക്ക് കാണേണ്ടി വരികയാണ്. ഇനി അതൊക്കെ പോട്ടെ, ഇതൊക്കെ വാരി തേച്ചിട്ട് ഇവരുടെ മുഖത്ത് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവുകയാണെങ്കിൽ ഓക്കെ, സമ്മതിക്കാം. പക്ഷെ ഓരോ പ്രൊഡക്റ്റ് തേച്ചു എന്ന് പറഞ്ഞ് അത് തേച്ചിട്ട് അവരുടെ മുഖത്തുള്ള കണ്ണിനടിയുള്ള കറുപ്പ് മാറി അല്ലെങ്കിൽ ചുണ്ടിന് ചുറ്റുമുള്ള നിറവ്യത്യാസം മാറി എന്നൊക്കെ ഇവർ പറഞ്ഞു വരുന്നുണ്ടെങ്കിലും പിറ്റേ ദിവസവും ഇവർ ഫിൽറ്റർ ഇല്ലാത്തൊരു വീഡിയോ ചെയ്താലോ അല്ലെങ്കിൽ മേക്കപ്പ് ഇല്ലാത്തൊരു വീഡിയോ ചെയ്താലോ ഇവർ മാറി എന്ന് പറയുന്ന അതേ അടയാളങ്ങൾ ഇവരുടെ മുഖത്ത് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ ഈ മൈ വേ ബൈ കല്യാണിയുടെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ മുഖത്തിന് വരുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാ പ്രോബ്ലംസിനും സീറംസ് ഉപയോഗിക്കുന്ന കല്യാണിയുടെ മുഖത്തിന് തന്നെ പാട് വന്നു എന്ന് അവർ പറയുന്നു. അത് മാറ്റാൻ വേണ്ടി കയ്യിലുള്ള പ്രൊഡക്ട്സ് ഒന്നും എടുക്കാതെ പുള്ളിക്കാരി ഡെർമറ്റോളജിസ്റ്റിനെ കാണാൻ പോവുകയും ചെയ്തു. അപ്പൊ ഇവരൊക്കെ കൂടി ഈ സ്കിൻ ക്ലിയർ ചെയ്യുമെന്ന് പറഞ്ഞ് പ്രൊമോട്ട് ചെയ്യുന്ന പ്രൊഡക്ട്സിന്റെ ജെന്യൂനിറ്റി എന്താണ്? അല്ലെങ്കിലും ഇവർക്കൊക്കെ എന്ത് ജെന്യൂനിറ്റി? ആരാന്റെ ഗർഭം കാശ് വാങ്ങിച്ച് പ്രസവിച്ചു വെക്കുക, അത്ര തന്നെ. അപ്പൊ ഈ വിഷയത്തെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ചെയ്യണേ. പുതിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും വരാം.